ഹായ്, എൻ്റെ പേര് വരുൺ. ഇന്നത്തെ വീഡിയോ ചെയ്യുന്നതെന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യനിൽ ബി.ടെക് കമ്പ്യൂട്ടർ സയൻസ് ചൂസ് ചെയ്യാൻ പോകുന്ന പിള്ളേർക്കും കറൻ്റ്ലി ബി.ടെക് പഠിക്കുന്ന പിള്ളേർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് കാര്യം ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചോദ്യമാണ്. ഓക്കെ, ബി.ടെക് ചൂസ് ചെയ്താൽ കമ്പ്യൂട്ടർ സയൻസോ അങ്ങനെ ഏതെങ്കിലും ഒരു ഫീൽഡ് നിങ്ങൾ ചൂസ് ചെയ്താൽ ആഫ്റ്റർ 4 years നിങ്ങൾക്ക് ജോലി ഉണ്ടാവും, ജോലി കിട്ടും എന്നുള്ളതിൽ എത്ര പേർക്ക് ഉറപ്പുണ്ടെന്നുള്ളതാണ്. അല്ലെങ്കിൽ കറൻ്റ്ലി ബി.ടെക് പഠിക്കുന്ന പിള്ളേരുടെ അടുത്തും ഈ സെയിം ക്വസ്റ്റ്യൻ വാലിഡാണ്. ഇത് ചോദിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഏജൻസ് എല്ലാം ഭയങ്കരമായിട്ട് അഡ്വാൻസ്ഡ് ആവുന്നുണ്ട്. നമ്മുടെ മാർക്കറ്റ് ഭയങ്കര വലുതാണ്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. ഓൾസോ ഒക്കെ വളരുന്നത് കൊണ്ട് ഒരുപാട് എൻജിനീയേഴ്സിന് വേണ്ടി വരും എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അല്ല. കാരണം എന്ന് വെച്ചാൽ മുന്നേ 5 പേര് ചെയ്തുകൊണ്ടിരുന്ന ജോലി ഇപ്പോൾ ഒരു ഏജൻറ്റ് ഉണ്ടെങ്കിൽ ഒറ്റ എൻജിനീയറിന് ചെയ്യാൻ പറ്റും. ഓൾസോ നമ്മളിപ്പോൾ കോളേജിൽ പഠിക്കുന്ന എന്താണ്, ഇപ്പോൾ ബി.ടെക് പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഫിബിനോസി പ്രിൻറ്റ് ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ അറിയാം, റിക്കേഴ്സീവ് ഫംഗ്ഷൻ യൂസ് ചെയ്തൊരു ഫാക്ടോറിയൽ പ്രിൻറ്റ് ചെയ്യാൻ അറിയാം. ഇങ്ങനെ കുറച്ച് എന്തൊക്കെയോ പഠിക്കുന്നുണ്ട്. വാലിഡാണ്, ബേസ് ആയിട്ടുള്ള സാധനങ്ങളാണ്. പക്ഷേ ഇത് നമ്മളെ പുറത്തുള്ള ഇൻഡസ്ട്രിയിലത്തേക്ക് എന്ത് ചെയ്യുന്നില്ല, റെഡി ആക്കുന്നില്ല. അതാണ് മെയിൻ കൺസേൺ. നമ്മളെ പുറത്തുള്ള മാർക്കറ്റിന് വേണ്ടി റെഡി ആവുന്നില്ല. അത് അഡ്വാൻസ്ഡ് ആവും. KTUവിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്. പഴയ സിലബസ് വെച്ച് നോക്കുവാണെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ലെവലിലോട്ട് മാറുന്നുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും. പക്ഷേ ഇതെല്ലാം സ്റ്റിൽ നമ്മൾ പേപ്പറിൽ എഴുതി വിടുന്ന സാധനമാണ്. പ്രാക്ടിക്കൽ നോളജ് ഇല്ല. പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ തിയറിയാണ് പഠിക്കുന്നത്. ഒരു പ്രോജക്റ്റ് നമ്മളെ തന്നിട്ട് അത് മാനേജ് ചെയ്യാൻ പറയുന്നില്ല. അത് മേ ബി പോസിബിളും ആയിരിക്കത്തില്ല. ഒരു 6 മാസത്തിൽ അതെങ്ങനെയാണ് അതൊരു സബ്ജക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. മേ ബി അതിന് ഒരുപാട് പ്രശ്നങ്ങൾ കാണും. പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം അഫക്റ്റ് ചെയ്യുന്ന ആരെയാണ്? പഠിച്ചിറങ്ങാൻ പോകുന്ന സ്റ്റുഡൻസിനെയാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് കാര്യം പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ മുന്നേ ഇപ്പോൾ ഞാൻ ഇതെല്ലാം മാറ്റി വെച്ചാൽ എൻ്റെ മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡു യു റിയലി വോണ്ട് ദിസ്? ഓക്കെ, ബി.ടെക് എന്ന് പറയുന്ന സംഭവം നിങ്ങൾ അല്ലെങ്കിൽ കോഡിംഗ് എന്ന് പറയുന്ന സംഭവം ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്യുന്നതാണോ? ആണെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ ഒരുപാട് ഫീൽഡുണ്ട്. ഇപ്പോൾ ഇൻഫ്ലുവൻസറൊക്കെ ആവുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഇൻഫ്ലുവൻസിങ് സാധനമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ഒരുപാട് പേരൊക്കെ കണ്ടൻറ്റൊക്കെ ചെയ്യുന്നവർ ഒരുപാട് രക്ഷപ്പെടുന്നവരുണ്ട്. സോ മേ ബി അതാണ് നിങ്ങൾക്ക് പാഷനെങ്കിൽ അത് ചെയ്യുക. ആർട്ട് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം, മ്യൂസിക് ചെയ്യണമെങ്കിൽ അത് ചെയ്യുക. കോഡിംഗ് എന്ന് പറയുന്ന സാധനം പൈസ കണ്ട് മാത്രം ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് സൂക്ഷിച്ച് വേണം. അപ്പോൾ ബി.ടെക് എന്ന് പറയുന്ന സാധനം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഡിഗ്രിയുടെ ആവശ്യമില്ലയോ എന്നാണ് ഞാൻ പറയുന്നതെന്ന് ചോദിച്ചാൽ അല്ല. ബി.ടെക് എന്ന് പറയുന്നത് ഈ ഡോറ് പോലെയാണ്. ഓക്കെ, നമ്മളെ ഈ റൂമിനുള്ളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഡോറ് മാത്രമാണ് എന്ത്, ബി.ടെക്കിൻ്റെ ഡിഗ്രി എന്ന് പറയുന്ന സാധനം. അത് കഴിഞ്ഞാൽ, ആ ഡോറ് കഴിഞ്ഞതിൻ്റെ അകത്ത് കയറിയാൽ പിന്നെ എന്ത് ചെയ്യണമെന്നുള്ള ഐഡിയ ആർക്കുമില്ല. ഒരു #studio.h എഴുതാൻ അറിയാം, ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്യാൻ അറിയാം. ഇതാണ് ബേസിക്കലി ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന പിള്ളേരുടെ അടുത്ത് ഞാൻ ചോദിച്ചാൽ അവരുടെ സ്കിൽ സെറ്റായിട്ട് അവർ പറയുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം മെയിൻലി ഞാൻ മുന്നേ കണ്ടിരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ഫോളോ ചെയ്യുന്ന പാത്ത് എന്ന് പറഞ്ഞാൽ 4 വർഷത്തെ ബി.ടെക് ചെയ്യുന്നു. ബി.ടെക് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു അക്കാഡമിയിൽ പോയി ഏതെങ്കിലും ഒരു കോഴ്സ് ജോയിൻ ചെയ്യും. 6 മാസം കൊണ്ട് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആവാം, 6 മാസം കൊണ്ട് ആപ്പ് ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് ആപ്പ് ഡെവലപ്മെൻറ്റ്, 1 വർഷം കൊണ്ട് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട്, ഇങ്ങനെ കുറച്ച് കോഴ്സസ് നമുക്ക് തരുന്ന ഒരുപാട് എന്താണ് പറയുന്നത്, അക്കാഡമികളുണ്ട്, അല്ലെങ്കിൽ ട്രെയിനിങ് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇവരുടെ ഈ കോഴ്സ് പഠിച്ച്, അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ നോർമൽ രീതി എന്ന് പറയുന്നത് 4 വർഷത്തെ കോഴ്സ് ബി.ടെക് കഴിയുന്നു, എവിടെയെങ്കിലും ഇതുപോലൊരു സ്ഥലത്ത് പോയി ഏതെങ്കിലും ഒരു കോഴ്സ് പിക്ക് ചെയ്യുന്നു, അത് പഠിക്കുന്നു, ആ കോഴ്സ് വെച്ചിട്ട് എവിടെയെങ്കിലും പ്ലേസ്ഡ് ആവാൻ ശ്രമിക്കുന്നു. ഓക്കെ, പക്ഷേ ഇതിലിപ്പോൾ വരുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് പഠിച്ചെന്ന് വെച്ചു. ഈ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു കോഴ്സ് പഠിച്ചാലുള്ള പ്രശ്നം എന്ന് പറയുന്നത്, മേ ബി സ്പൂൺ ഫീഡിങ് പോലെ ആയിരിക്കും അവിടെ നിങ്ങൾ പഠിക്കുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് ചെയ്യുന്നത്, ഇന്ന് നമ്മൾ ഈ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നു, ഇതൊക്കെയാണ് സ്റ്റെപ്സ് ഫോളോ ചെയ്യേണ്ടത്, ഇങ്ങനെ പറഞ്ഞു പഠിക്കുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഡോക്യുമെൻറ്റേഷൻ വായിക്കുന്നില്ല, നമ്മൾ സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നില്ല, റിസർച്ച് ചെയ്യുന്നില്ല. അവർ പറയുന്ന സാധനം നല്ലതുപോലെ പഠിക്കുന്നു, നല്ലതുപോലെ ചെയ്യുന്നു. ഒരു റിയൽ ഓഫീസ് സെറ്റിങ്ങിലോട്ട് പോകുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. മേ ബി നമ്മൾ ഈ പഠിച്ച ജോലിക്ക് കയറിയ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറായിട്ട് കയറിയിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് പറയുക, ഫ്ലട്ടർ ഡെവലപ്മെൻറ്റിനാണ് ഇപ്പോൾ റിക്വയർമെൻ്റ് ഉള്ളത്, ഫ്ലട്ടറിലോട്ട് സ്വിച്ച് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് അവർ സ്പൂൺ ഫീഡ് ചെയ്താണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സ്വിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ കുറച്ച് ഇഷ്യൂസ് വരും, പിള്ളേരുടെ ജോലി പോകും. അതാണ് മിക്ക പേരും ജോലിക്ക് കയറിയ ഉടനെ ജോലിയിൽ നിന്നൊക്കെ റിസൈൻ ആവുന്നത്. ഓക്കെ, പ്ലേസ്മെൻറ്റ് എത്തിക്കുന്നത് വരെയാണ് അവരുടെ ലക്ഷ്യം. ഓക്കെ, അതവർ നല്ലതുപോലെ ചെയ്തിട്ടുണ്ട്.
പക്ഷേ അതിനുശേഷം ജോബ് ഹോൾഡ് ഓൺ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടി എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള സ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ യൂണിവേഴ്സിറ്റി അത് അങ്ങനത്തെ സ്കില്ല് തരുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന അക്കാഡമിയിൽ നമുക്ക് സ്കില്ല് തരുന്നില്ല. അപ്പോൾ ഈ പ്രോബ്ലം ഓൾസോ ഇവരുടെ ഫീസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 4 ലക്ഷം രൂപ വരെ ഒരു കോഴ്സിന് ചാർജ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഓക്കെ, ആരും പേരൊന്നും എടുത്ത് ഞാൻ പറയുന്നില്ല. ബട്ട് മേ ബി അവർക്ക് അതിൻ്റെ റിക്വയർമെൻറ്റ് ഉണ്ടായിരിക്കാം, മേ ബി അവർക്ക് അതിൻ്റെ ഫെസിലിറ്റീസ്, അവിടെ ട്രെയിൻ ചെയ്യാൻ വരുന്നവർക്ക് കൊടുക്കാനുള്ള സാലറി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിരിക്കാം. ബട്ട് സ്റ്റിൽ ഇതെല്ലാം ഫ്രീ ആയിട്ട് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. എന്തുകൊണ്ട് ഒരാൾക്ക് സ്വന്തമായിട്ട് നോക്കി പഠിക്കാൻ പറ്റുന്നില്ല? ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ സൊല്യൂഷനായിട്ട് ഞാൻ കൊണ്ടുവന്ന സംഭവമാണ് V4 കോഡ് അക്കാഡമി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ V4 കോഡ് അക്കാഡമിയിൽ വന്ന ഇഷ്യൂ എന്തുവാന്ന് വെച്ചാൽ, ഞാനിത് കോളേജസിനായിട്ട് പിച്ച് ചെയ്തായിരുന്നു V4 കോഡ്. എൻ്റെ ബ്രോഷർ ഇവിടെ ഇരിപ്പുണ്ട്, വെയിറ്റ് 1 സെക്കൻഡ്. അപ്പോൾ V4 കോഡ് അക്കാഡമി എന്ന് പറയുന്ന സംഭവം ഞാൻ കോളേജസിനെ പ്രസൻറ്റ് ചെയ്തായിരുന്നു. ട്രാക്കിംഗ് ഓഫ് ആയി, 1 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, കോളേജസിന് പ്രസൻറ്റ് ചെയ്തായിരുന്നു. ഇതാണ് അന്നത്തെ ബ്രോഷർ. ലേണിംഗ് ദാറ്റ് ബിൽഡ്സ് ഇന്നോവേറ്റേഴ്സ്, നോട്ട് ജസ്റ്റ് കോഡേഴ്സ്. അതാണ് പോയിന്റ്, നോട്ട് ജസ്റ്റ് കോഡേഴ്സ്. ഇപ്പോൾ കോഡിങ് ചെയ്യുന്നത് എന്ന് പറയുന്നതല്ല സ്കില്ല്. കോഡ് എഴുതാൻ നമുക്ക് ആരുണ്ട്? ChatGPTയും ക്ലോഡും ജെമിനയും ഇവരൊക്കെ ഉണ്ട്. ഓക്കെ, കോഡിംഗ് അല്ല നമ്മുടെ ഇപ്പോഴത്തെ സ്കിൽ എന്ന് പറയുന്നത്. ആൻഡ് ഇത് അങ്ങനെ വേണ്ടി തുടങ്ങിയതാണ്, ആ ഒരു പ്ലാനിലാണ് തുടങ്ങിയത്. കോളേജസിനുമായിട്ട് പാർട്ട്ണർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ കോളേജസ് കുറച്ചിടത്തു നിന്ന് റിജക്ഷൻ വന്നു. അപ്പോൾ അവർ പറയുന്ന റീസൺ എന്ന് പറയുന്നത് കോളേജിൽ ഓൾറെഡി ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും ഗോൾ എന്ന് പറയുന്നത് പ്ലേസ്മെൻറ്റിൻ്റെ കൗണ്ട് ഇൻക്രീസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഒരു ലാസ്റ്റ് 1 ഇയർ ആയിരിക്കാം, ഒരു 6 മന്ത് ആയിരിക്കാം, എങ്ങനെയെങ്കിലും ലൈക്ക് വി വിൽ ഗെറ്റ് യു ഡെഫിനറ്റ്ലി പ്ലേസ്ഡ്. ഓക്കെ, അതവർ പ്രോമിസ് ചെയ്യുന്നുണ്ട്, അതവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും പ്രശ്നമില്ല. ഇപ്പോൾ വീഡിയോ ഭയങ്കര ലോങ് ആയി പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്, കേൾക്കുക, കാണാൻ ആവശ്യമുള്ളവർ കാണുക. അപ്പോൾ നമ്മളെന്തോ പറഞ്ഞുകൊണ്ടിരുന്നത്? ഓക്കെ, അപ്പോൾ V4 കോഡ് അക്കാഡമി എന്ന് പറയുന്ന സാധനം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അന്ന് ഇതിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, ഇതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ. ഇത്രയും പൈസ മുടക്കി പഠിക്കണ്ട എന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷനായിട്ടാണ് ഞാൻ V4 കോഡ് അക്കാഡമി കൊണ്ടുവന്നത്. ഇപ്പോൾ ഞാനിത് ഈ സാധനം എന്നിട്ട് ഞാൻ അത് ഒന്ന് ഡ്രാഫ്റ്റിലോട്ട്, നമ്മളെ ഡെവലപ്മെൻറ്റൊക്കെ നടക്കുന്നത് കൊണ്ട് ഒന്ന് ഡ്രാഫ്റ്റിലോട്ട് ഇട്ട് വെച്ചേക്കുമായിരുന്നു. ബട്ട് ഇപ്പോൾ ഇത് ഞാൻ വീണ്ടും പറയാനുള്ള റീസൺ എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ AI ഗ്രോത്ത് കാരണം ഞാൻ ജസ്റ്റ് ഇപ്പോഴത്തെ കേസിൽ നമ്മുടെ AI ഇതെല്ലാം വളരുന്ന ടൈമിൽ നമ്മൾ പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ജസ്റ്റ് കോഡ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ആളുകളല്ല. വി ഹാവ് ടു തിങ്ക് ലൈക്ക് എ പ്രോഗ്രാമർ. തിങ്ക് ലൈക്ക് എ പ്രോഗ്രാമറാണോ ഒരു ആർക്കിടെക്റ്റ് എന്ന ലെവലിൽ തിങ്ക് ചെയ്യണം. എങ്ങനെ പോയാലും നമ്മുടെ ജോലി പോവും. ഓക്കെ, അത് പോയിൻ്റാണ്. ബട്ട് അതിൽ സർവൈവ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. ആ സർവൈവ് ചെയ്യുന്ന ആളായിട്ട് എങ്ങനെ മാറാം? ഇത് മേ ബി ഇവൻ അടുത്ത കോഴ്സ് നമുക്ക് സെല് ചെയ്യുകയാണല്ലോ, എന്തൊക്കെ ചെയ്താൽ ഇപ്പോഴത്തെ പുതിയ ഇൻഡസ്ട്രിയിൽ സർവൈവ് ചെയ്യാൻ പറ്റും, ഇതൊക്കെ ചെയ്താൽ ഈ 5 സ്റ്റെപ്സ് കൗണ്ട് ഫോളോ ചെയ്താൽ ഇങ്ങനെ ആവാം അങ്ങനെ ആവാം എന്നൊന്നുമല്ല. ഓക്കെ, ദിസ് ഈസ് ഫോർ യു. ഞാൻ ബിൽഡ് ചെയ്ത സംഭവം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുവാണ്. ഇതെന്ന് പറയുന്നത് ഒരു 3 സ്റ്റെപ്പ് ആയിട്ടാണ് ഞാൻ വിചാരിച്ച് വെച്ചേക്കുന്നത്. V4 ഏർലി ബിൽഡേഴ്സ് എന്ന് പറയും. ഏർലി ബിൽഡേഴ്സായിട്ട് ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി 0 സ്കിൽഡ് ആയിരിക്കും നിങ്ങൾ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫീൽഡ് പിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഐഡിയ നമ്മൾ ബിൽഡ് ചെയ്യും. നമ്മൾ വന്നിട്ട് ഇവിടെ പറയുമല്ല നമുക്കൊരു ടു ഡു ആപ്പാണ് ബിൽഡ് ചെയ്യാനുള്ളത്. അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷനായിട്ട് കാണാൻ ആവശ്യമുള്ള, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ആ പ്രോഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഞാനിതിപ്പോൾ കൂടുതലായിട്ട് ഡീറ്റെയിലോട്ട് പോകുന്ന പോലെ ഉണ്ട്. കട്ട് ചെയ്യണോ? വേണ്ട. കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ഐഡിയനെ കുറിച്ച് നമ്മൾ സ്വാട്ട് അനാലിസിസ് ചെയ്യും. നമ്മൾ ബാക്കിയുള്ളവരുമായിട്ട് എല്ലാവരുമായിട്ട് ഡിസ്കഷൻ ചെയ്യും. നിങ്ങളതിൽ റിസർച്ച് ചെയ്യും. ഞാൻ ആ റിസർച്ചിനെയും കാര്യങ്ങളെയും ജസ്റ്റ് ഒന്ന് ഫെസിലിറ്റേറ്റ് ചെയ്ത് തരും, ഒന്ന് മെൻറ്റർ ചെയ്യുന്നത് പോലെ ഞാൻ കൂടെ കാണും. ബാക്കി നിങ്ങളായിരിക്കും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്ത് വന്ന് ഈ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിൽ നിന്ന് ഒരാളുടെ ഐഡിയ നമ്മൾ ചൂസ് ചെയ്യും. ദ ബെസ്റ്റ് വൺ, നമുക്കിപ്പോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് വൺ നമ്മൾ ചൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? യു സ്റ്റാർട്ട് ടു ബിൽഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഓരോത്തിനും ആവശ്യം വരും. ഇവിടെ ഈ ഒരു സാധനം എനിക്ക് ചെയ്യാനായിട്ട് ഒരു ഇഫ് കണ്ടീഷൻ്റെ ഒരു ആവശ്യം വരുന്നുണ്ട്. ദെൻ വി വിൽ ലേൺ വാട്ട് ഈസ് ആൻ ഇഫ് കണ്ടീഷൻ. ആദ്യമേ ഇതൊക്കെയാണ് ഇഫ് ഇതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാണാതെ പഠിക്കുന്നതിനേക്കാൾ ഐ തിങ്ക് ദ ബെസ്റ്റ് സാധനം എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് കണ്ട് പഠിക്കുന്നതായിരിക്കും. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ V4 ഏർലി ബിൽഡേഴ്സ് ആവും, ദെൻ കോൺട്രിബ്യൂട്ടേഴ്സ് ആവുന്ന ടൈമിൽ നിങ്ങൾക്ക് നമ്മൾ അങ്ങോട്ട് സ്റ്റൈപ്പൻഡ് തരും.
നിങ്ങൾ നമ്മുടെ ഇൻറ്റേർണൽ ചെറിയ പ്രോജക്ട്സിലൊക്കെ വർക്ക് ചെയ്യും. ആക്ച്വൽ പ്രോജക്ട്സിലല്ല, ചെറിയ നമ്മളെ ഇൻറ്റേർണൽ പ്രോജക്ട്സിൽ വർക്ക് ചെയ്യും. ദെൻ അതിലും നിങ്ങൾ ലൈക്ക് ബെസ്റ്റായിട്ട് പെർഫോം ചെയ്താൽ ഓക്കെ. ഇത് ടൈം ഡ്യൂറേഷൻ ഒന്നുമല്ല, സർട്ടിഫിക്കറ്റും ഇല്ല. ഇതെന്ന് പറയുന്നത് എന്താണ്, സ്കില്ല് ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ ആ സ്കില്ല് നിങ്ങൾ ബിൽഡ് ചെയ്ത് ഓക്കെ ആണ് എന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ നമ്മുടെ കോർ ടീമിലോട്ട് മാറ്റും. അപ്പോൾ കോർ ടീമിലോട്ട് മാറുന്ന ടൈമിലാണെങ്കിൽ ഞാൻ ബിൽഡ് ചെയ്യുന്ന പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം ആസ് ആൻ എഞ്ചിനീയർ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ 4 വർഷത്തെ ബിടെക്കിൻ്റെ അകത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രോഡക്റ്റിൽ വർക്ക് ചെയ്യാൻ പറ്റും, ബിൽഡ് ചെയ്യാൻ പറ്റും ആസ് ആൻ എഞ്ചിനീയർ, സാലറീഡും ആയിരിക്കും. ഓക്കെ, ഇതാണ് അതിൻ്റെ പ്ലാൻ. ദിസ് ഈസ് ദ പ്ലാൻ ഫോർ V4 Code Academy, വാട്ട് ഐ എം ട്രൈങ് ടു ഡു വിത്ത് V4 ഏർലി ബിൽഡേഴ്സ്. അപ്പോൾ ഭയക്കണ്ട, പക്ഷേ ജാഗ്രത മതി എന്നെന്തോ പറയുന്നതല്ലേ, അതേപോലത്തെ സംഭവമാണ്. അപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞിട്ട് ബിടെക് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ബിടെക് മാത്രം പഠിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടത്തില്ല. അതുകൊണ്ട് എൻ്റെ കോഴ്സ് വന്ന് അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന സാധനത്തിൽ വന്ന് ജോയിൻ ചെയ്യണമെന്നുമല്ല. വന്ന് ജോയിൻ ചെയ്താൽ ഐ ആം ഹാപ്പി, നിങ്ങൾക്കും അതിനുള്ള ഉപയോഗം കാണും. പക്ഷേ ഞാൻ പറയുന്ന മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ബിടെക് മാത്രം പഠിച്ചതുകൊണ്ട് ഇനി അങ്ങോട്ട് യൂസില്ല, ഒട്ടും യൂസില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പഠിച്ചാൽ രക്ഷയുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജോ ഫ്രെയിം വർക്കോ ആണോ പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അതുമല്ല ആൻസർ. സോ എന്താണ് ആൻസർ എന്ന് ചോദിച്ചാൽ യു ഹാവ് ടു ബി സമ്മൺ കേപ്പബിൾ ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഒരു സാധനം പ്രൊഡക്ഷനിൽ ബ്രേക്ക് ആയാൽ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെന്ന് അറിഞ്ഞിരിക്കണം. ഒരു കമ്പനി ഇൻറ്റേർണലി എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കണം. ഒരുപാട് സ്കിൽസ് വേണം. ഏജൻസിനെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിനെല്ലാം ഓരോ ചെക്ക് ലിസ്റ്റായിട്ട് ഞാൻ പറയുന്നതുമില്ല. ഓക്കെ, വാട്ട് യു നീഡ് ആർ സം സ്കിൽസ്. സ്വന്തമായിട്ട് സ്കില്ല് ബിൽഡ് ചെയ്യാൻ പറ്റണം, സ്വന്തമായിട്ട്. ഇപ്പോൾ ഞാനിവിടെ ഇല്ലെങ്കിലും എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഈ സാധനങ്ങളെല്ലാം പഠിച്ച് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റണം. ആ ഒരു കേപ്പബിലിറ്റിയാണ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്. സോ ഞാൻ എൻ്റെ V4 Code Academy എന്ന് പറയുന്ന സാധനത്തിനെ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇഫ് യു ഗൈസ് ആർ റിയലി ഇൻട്രസ്റ്റഡ് ആണെങ്കിലും മാത്രം. കാരണം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിൽ കാര്യമുള്ളൂ. സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് പറഞ്ഞാണ് നമ്മൾ ബിടെക് പഠിക്കുന്നത്. ആ കോൺസെപ്റ്റ് മാറ്റിയിട്ട് നമുക്ക് വേണ്ടിയാണ്, നമുക്കിത് ചെയ്തേ പറ്റൂ എന്നുള്ള കോൺസെപ്റ്റിലാണെങ്കിൽ മാത്രം യു ക്യാൻ ഫൈൻഡ് സം വേസ് ടു ജോയിൻ മീ. കമൻറ്റ് ചെയ്താൽ മതി, ഓർ ഐ വിൽ പുട്ട് സം കോൺടാക്ട് തിങ് ഹിയർ. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, ബൈ.